ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച അനുമോദിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. 62 ലക്ഷം രൂപ മുടക്കി 62 ലക്ഷം രൂപ മുടക്കി നമ്മൾ 6 അഡീഷണൽ ക്ലാസ് മുറികളാണ്. ശ്രദ്ധാലു ആയ MLA ആണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും എന്ത് ചെയ്തു തരാം എന്ന് കൃത്യമായി ആലോചിക്കുകയും ഇതിനകം അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ MLA പ്രദേശത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയിൽ MLAക്ക് അതീവ താല്പര്യമുള്ള ഒരു സ്കൂളാണ് നമ്മുടേത്. ഏത് ചടങ്ങിനും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ട്. ഫണ്ട് തരുന്ന കാര്യത്തിലും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ ഡെപ്യൂട്ടി HM ശ്രീ ഡോക്ടർ N. അനിൽകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ശ്രീ V. വിനോദ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ആദ്യങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീമതി OS അംബിക അവർ, സ്കൂൾ പ്രിൻസിപ്പൽ നൗഫൽ സാർ, നമ്മുടെ ബഹുമാനം ദൈവത്തിൻ്റെ പറയാൻ സാധിക്കും. കാരണം ശാസ്ത്രമേളകളാണെങ്കിലും അതുപോലെ സ്കൂൾ കലോത്സവം അത് ജില്ല മാത്രമല്ല സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശാസ്ത്രമേളയിൽ നമ്മുടെ കുട്ടികൾ ധാരാളം പേർ എത്തിയിരിക്കുന്നു. വിശദമായിട്ടുള്ള റിപ്പോർട്ട് പറയുകയാണെങ്കിൽ അതിനുള്ള സമയം കുറവാണ്. കാരണം നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഈ വലിയ രംഗത്ത് ചിട്ടയായ രീതിയിൽ കഠിനമായ അധ്വാനം നടത്തി തന്നെയാണ് ഈ 21 കുട്ടികളെ സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കാനും 3 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് സ്പോർട്സിന് പോകുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മൻ കി ബാത്തിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഡൽഹിയിൽ 5 ദിവസം തുടർച്ചയായിട്ടുള്ള VIP കാണുന്നതിനും മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ടാക്കി അത് ചിട്ടയായ രീതിയിൽ തന്നെ ഇവിടെ നമ്മുടെ ക്വിസ് മാസ്റ്ററായിട്ടുള്ള ക്വിസ് ട്രെയിനറായിട്ടുള്ള രഞ്ജിത്ത് സാറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം 3 കുട്ടികളും ഇപ്രാവശ്യം 2 കുട്ടികളും അതിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയും ചിലപ്പോൾ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷവും അദ്ദേഹത്തിനുള്ള നന്ദിയൊക്കെ അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിലുള്ള അധ്യാപകർ ഓരോന്നിനും ശാസ്ത്രമേളകൾക്കാണെങ്കിലും ശരി, കലോത്സവത്തിനാണെങ്കിലും, പിന്നെ സ്പോർട്സിന് വിജയകുമാർ സാറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ നാഷണൽ ലെവലിലുള്ള വന്നപ്പോൾ എനിക്ക് തന്ന ഒരു വാക്കാണ്, ദേശീയ തലത്തിൽ ഞാൻ ഒരു 5 കുട്ടിയെങ്കിലും എത്തിക്കും. പക്ഷെ വന്നതേ ഉള്ളൂ, വന്ന് ചേർന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ആ 3 കുട്ടികൾ ദേശീയ തലത്തിലേക്ക് പോകുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനിയും പ്രതീക്ഷിക്കുന്നു. ഈ ഗ്രൗണ്ട് ബഹുമാന്യ MLA കേട്ട് കാണും. നമ്മുടെ പ്രിൻസിപ്പൽ അഭ്യർത്ഥിയുടെ പോസ്റ്റർ നിർമ്മാണം ചാക്യാർ മുത്ത് ഹയർ സെക്കൻഡറി, ചെണ്ട പ്രായന്തക ഹയർ സെക്കൻഡറി, ചെണ്ടമേള ഹയർ സെക്കൻഡറി തുടങ്ങിയവയൊക്കെ സംസ്ഥാന തലത്തിലേക്ക് പോയിട്ടുള്ള കുട്ടികൾ ആണ് ഉള്ളത്. അത് ദിയ ഫാത്തിമ, ഫാസിയ മോൾ,
അക്ഷയ്, നിവേദ്, ധ്യാനേഷ്, അനൂപ്, പ്രണവ്, സൂരജ് തുടങ്ങിയ കുട്ടികളും സംഘവുമാണ്. ഈ പ്രതിഭാ സംഗമം 2024 ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബികയെ ക്ഷണിക്കുന്നു. ഈ പ്രതിഭാ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ വിനോദ് അവർ, സ്വാഗതം പറഞ്ഞ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ നൗഫൽ അവർ, മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മനോജ് അവർ, മുഖ്യ പ്രഭാഷണത്തിലെത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ ഗിരീഷ് അവർ, PTA വൈസ് പ്രസിഡന്റ് സ്കൂളുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയതലത്തിലും അതുപോലെ തന്നെ കരോട്ടയ്ക്കും അതുപോലെ തന്നെ ക്രിക്കറ്റിനും ഒക്കെ ദേശീയതലത്തിൽ പോയി പ്രൈസ് വാങ്ങിയ എല്ലാ കലാകായിക മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. ഇന്ന് ലോക ഭിന്നശേഷി ദിനമായ വാരാചരണം ആഘോഷിക്കുന്ന ഒരു വേളയിൽ ഒരാഴ്ചക്കാലം അതിൻ്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ BRSയുടെ കീഴിൽ നമ്മൾ മണപ്പൂർ കൺവെൻഷൻ സെന്റർ നടത്തുകയുണ്ടായി. കാര്യങ്ങൾ സാർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കാലമായി എന്നോട് പറഞ്ഞതാണ്, നമ്മുടെ മോഡൽ സ്കൂളാക്കി പ്രഖ്യാപിച്ച സമയത്ത് അല്ലെ ഒരു കഞ്ഞിപ്പുര വാഗ്ദാനം എത്രയും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ സേവിങ്സിന്റെ ഫണ്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് 2 ആഴ്ച കൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന സംവിധാനം ഒരുക്കി തരാം എന്ന് ദിവസത്തിൽ പറയുകയാണ്. ഒരു കള്ളത്തരമല്ല, പൊള്ളയല്ല, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PR മനോജ് അവതരിപ്പിച്ചു. ഏറെ ബഹുമാനപ്പെട്ട യോഗത്തിലെ അധ്യക്ഷൻ ശ്രീ വിനോദ്, ഈ പ്രതിഭാസംഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ എന്നധികം തെറ്റിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ A വിനോദ് ഉൾപ്പെടെയുള്ള യോഗ ഉദ്ഘാടനം ചെയ്ത ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ മികച്ച നേട്ടം കൈവരിച്ച പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന PTAയുടെ പരിപാടിക്ക് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇത് തയ്യാറായ PTAയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇത് പഠനത്തിലുപരിയായി ഇത്തരം കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടെ വിദ്യാർത്ഥികൾ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരം പരിപാടികളിൽ പൊതുവെ ഈ അംബികയെ ആദരിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് വേണ്ടി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ നൗഫൽ സാറിനെ ക്ഷണിക്കുകയാണ്. സ്കൂളിന്റെ ഡെപ്യൂട്ടി HM ഡോക്ടർ N അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. സാറും മുമ്പ് സംസാരിച്ച എല്ലാവരും പറയുകയുണ്ടായി. സ്പോർട്സിൽ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സ്കൂൾ വളരെയധികം ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് കുറവായിരുന്നു. പക്ഷേ വിജയകുമാർ സാർ ഈ സ്കൂളിൽ ചാർജെടുത്തതിന് ശേഷം സംസ്ഥാന തലത്തിൽ വരെ നമ്മുടെ സ്കൂൾ സ്പോർട്സിനെ റെപ്രസെന്റ് ചെയ്ത് ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ സാർ ശ്രമിച്ച പ്രയത്നം ചില്ലറയല്ല. പൂർണ്ണമായും ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി അടക്കമുള്ള ഈ വലിയ സ്കൂളിൽ കുട്ടികളെല്ലാം അണിനിരത്തിക്കൊണ്ട് അങ്ങേയറ്റം പ്രൗഢഗംഭീരമായ രീതിയിലുള്ള പ്രവർത്തനം സാർ കാഴ്ചവെച്ചു. തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ആദരം സാർ അറിയിക്കുന്നു. ഈ സാറിന് മൊമെന്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അവരുടെ സാധനം ക്ഷണിക്കുകയാണ്. വിജയകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പിന്നോക്കമായിരുന്നു. രഞ്ജിത്ത് സാറ് ഈ സ്കൂളിൽ ചാർജ് എടുത്തതിന് ശേഷം പല മേഖലകളിലുള്ള ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും മൺകി ബാത്ത് അടക്കമുള്ള പ്രോഗ്രാമുകളിലേക്ക് തുടർച്ചയായിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിലേക്കുള്ള സാറിൻ്റെ പ്രയത്നം വളരെ വലുതാണ്. തീർച്ചയായിട്ടും സാറ് ഒരു സ്കൂളിൻ്റെ ആദരവ് അറിയിക്കുന്നു.
അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി രഞ്ജിത്ത് സാറിനെയും നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അവരുടെയും സാദരം ക്ഷണിക്കുകയാണ്. അധ്യാപകർ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഹിന്ദി പ്രസംഗത്തിൽ സംസ്ഥാന തലത്തിലേക്ക് ഒരുപാട് ഹിന്ദി അധ്യാപകരെ തോൽപ്പിച്ചുകൊണ്ട് 1ാം സ്ഥാനത്തിന് അർഹമായത് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകൻ നരേന്ദ്രൻ സാറാണ്. നരേന്ദ്രൻ സാറിനെ സ്കൂളിന്റെ ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ GG ഗിരീഷ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നരേന്ദ്രൻ സാറിനെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്കൂളിലൊരു മികച്ച മിമിക്രി കലാകാരിയുണ്ട്. മിമിക്രി അധ്യാപക കലോത്സവത്തിലേക്ക് മിമിക്രി ഇനത്തിൽ മത്സര ഇനത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത് നമ്മുടെ സ്കൂളിലെ സെലീന ടീച്ചറാണ്. പ്രിയമുള്ള സെലീന ടീച്ചറിനെ വേദിയിലേക്ക് ഈ സമ്മാനം നൽകുന്നതിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മൊമെന്റോട് സൗരവ് എത്തിയിട്ടുണ്ടോ? ഹയർ സെക്കൻഡറിയിലെ ഒരു സൗരവിന് വേണ്ടി ഒരു കുട്ടി അത് ഏറ്റുവാങ്ങുന്നു. നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA മേഡത്തെ ക്ഷണിക്കുകയാണ്. അതുപോലെ ദേശീയ സബ് ജൂനിയർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ തന്നെ മികവും അധ്യാപകരുടെയും PTA-യുടെയും നിറഞ്ഞ സഹായത്തോടെയും പ്രോത്സാഹനത്തോടും കൂടിയാണ്. മറ്റ് പല സ്കൂളുകളിലും ബാഹ്യമായ ഇടപെടലുകളുടെയും പണക്കൊഴുപ്പിലൂടെയൊക്കെ നേടുമ്പോൾ കുട്ടികളുടെ സ്വന്തം കഴിവിലൂടെയും പ്രയത്നത്തിലൂടെയുമാണ് ഈ നേട്ടം നേടിയെടുക്കുന്നതെന്ന് അഭിമാനപൂർവ്വം ഈ വേദിയിൽ പറയുന്നു. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും ദേശീയ ഗെയിംസ് ഉൾപ്പെടുന്ന കാര്യങ്ങൾക്കായ സുഹൃത്തുക്കൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ചെറിയതെങ്കിലും ഒരു സംഭാവന നൽകുന്നതിന് വേണ്ടി സ്കൂളിൽ ഒരു തുക ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർ ബോർവെല്ലും ഗൗരി പെയിൻസും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സാമ്പത്തികം നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകിയിട്ടുണ്ട്. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന ദേവഗംഗയ്ക്ക് അതിൻ്റെ ഒരു ഗഡു നൽകി ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA സാദരം ക്ഷണിക്കുന്നു. നേടിയ അമൽ രാജ് RY H2A വളരെ സന്തോഷത്തോടുകൂടി വിദഗ്ധനായ അമൽ രാജിനെ ക്ഷണിക്കുകയാണ്. MLA ആദരിക്കുന്നു. വളരെ തിടുക്കത്തിലായതുകൊണ്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ അർഹത നേടിയ കുട്ടികളാണ് ദിയ ഫാത്തിമ S ഹിന്ദി ഉപന്യാസം ശിവറാം S ഹൈസ്കൂൾ ശിവറാം S ദുരന്ത നിവാരണം ആർദ്ര S അധ്യക്ഷൻ എത്തിയിട്ടുണ്ടോ? ശിവൻ ജ്യോതിസ് MS ഇത്രയും കുട്ടികളാണ് പല കുട്ടിയാണത് ആർക്കെങ്കിലും സമ്മാനം ആദരവ് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ സ്റ്റേജിലേക്ക് വരിക. ഇവിടെ വന്ന് അവരുടെ പേര് പറഞ്ഞു പോകും. ഇനി ജില്ലാതലത്തിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയിട്ടുള്ള കുട്ടികൾ, ഫസ്റ്റ് സെക്കൻഡ് A ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ആർക്കെങ്കിലും സമ്മാനം ലഭിച്ചിട്ടില്ലെങ്കിൽ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. ഇവിടെ പേര് വിളിക്കപ്പെട്ടിട്ടില്ലാത്ത ജില്ലാ തലത്തിന് മുകളിലുള്ള സമ്മാനം കിട്ടിയ കുട്ടികൾ ഇവിടെ വന്ന് സമ്മാനം ഏറ്റുവാങ്ങുന്നു. അധ്യാപകരും കുട്ടികളും ദയവായി ഈ ഹാളിൽ വന്നിരിക്കേണ്ടതാണ്. ഈ ഇടതള്ളി നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കസേരയിൽ വന്നിരിക്കാം.
നിർത്താൻ ഓരോരുത്തരും യത്നിക്കുക. സ്കൂളിൻ്റെ ഇടനാഴിയിലും പരിസരങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ പേരും, സ്റ്റാഫ് റൂമിലിരിക്കുന്ന മുഴുവൻ അധ്യാപകരും ഓഡിറ്റോറിയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ സ്പോർട്സ് മത്സരത്തിൽ വിതരണം നടത്തേണ്ടതുണ്ട്. സംഗമം സമ്മാന വിതരണങ്ങൾ സമാവേശിക്കുകയാണ്. ഈ വൈകിയ സമയത്ത് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള നമ്മുടെ ഡൽഹി പ്രസിഡന്റ് ശ്രീ വിനോദ് അവറുകൾ അദ്ദേഹത്തിന് സ്കൂളിൻ്റെ വകയായും നമ്മൾ ഓരോരുത്തരുടെയും നന്ദി അറിയിക്കുകയാണ്. റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ എം അനിൽകുമാർ സാർ, ആ സംഗമം ഉദ്ഘാടനം ചെയ്ത ആറ്റിങ്ങലിൻ്റെ ബഹുമാന്യ MLA OS അംബിക അവറുകൾ, മുഖ്യ അതിഥിയായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം TR മനോജ് അവറുകൾ, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ GG ഗിരികൃഷ്ണൻ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം, ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള ശ്രീ സജികുമാർ K, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കോട്ട മോഹൻകുമാർ, ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നവാസ്